ഇന്നത്തെ ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടാ. എന്താന്ന് വെച്ചാ കുട്ടികൾക്ക് എക്സാം തുടങ്ങിയ കാരണം അതിന്റെ ഇടയിലുള്ള സ്റ്റഡി ലീവ് ആണ് ഇന്ന്. അപ്പൊ രാവിലെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഭഗവാനോട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം. ഇന്ന് എനിക്ക് മുമ്പേ സൂര്യൻ എഴുന്നേറ്റോണ്ട് തന്നെ ഇന്ന് നല്ല പ്രകാശം ഉണ്ട് കേട്ടാ. പതിവ് പോലെ നല്ല മെലഡി സോങ്സ് ഒക്കെ വെച്ച് പതിവിൽ വിപരീതമായിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കുക്കിംഗ് കേട്ടാ. ഇപ്പൊ എന്തിനാ പുറത്തിറങ്ങിയെന്നല്ലേ നമ്മുടെ നൂലപ്പൻ ചേട്ടൻ നൂലപ്പം നൂലപ്പം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോണ്ടായി പിന്നാലെ ഓടിയതാട്ടാ. ഞാൻ ചെന്നപ്പോഴത്തേക്കും ആള് പോയി. പക്ഷെ എന്റെ കൂവലും കേട്ടുകൊണ്ടാണ് ബിനീഷേട്ടൻ വരുന്നുണ്ടായേ. ബിനീഷേട്ടൻ വണ്ടി തിരിച്ചിട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നുട്ടാ. അപ്പൊ നൂലപ്പൻ ചേട്ടനും പറയാ ഗ്യാസ് ഒക്കെ തീരാറായി മോളെ, കുറച്ചു ദിവസം കൂടി ഉണ്ടാവുള്ളൂ എന്ന്. ഞാനും പറഞ്ഞു സെയിം പിച്ച്, ഇവിടെയും തീരാറായി, അതാ ഞാൻ ഇന്ന് നൂലപ്പം വാങ്ങാന്ന് വിചാരിച്ചെന്ന്. അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാൻ. തിരിച്ചു വന്നപ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടാ. നമ്മുടെ വീടിനുള്ളിലുള്ള കിളികളില്ലേ, അവരവരുടെ ബന്ധുക്കളെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നേക്കാൻ തോന്നുന്നു. നല്ല സുരക്ഷിതമായിട്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ടിടാന്നും പറഞ്ഞിട്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ ഇപ്പൊ ഇവരുടെ കൂടാണ്. ഞാൻ ആ അടക്കളയിൽ നിന്ന് നോക്കിയാലും വീഡിയോ എടുത്താലും ഒന്നും അവർക്ക് ഒരു പേടിയില്ല. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പൊ ഗ്യാസിന്റെ സ്റ്റൗ കത്തിക്കല് വളരെ കുറവാണ്. എപ്പോ തീരുന്നുള്ള പേടിയിലാണ് അതൊന്ന് കത്തിക്കണേ. യുദ്ധം കാരണം ഗ്യാസ് കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ അടുപ്പിലാണ് കേട്ടോ ഇപ്പൊ കുക്കിംഗ് ഒക്കെ ചെയ്യണേ. അപ്പോ തലേ ദിവസം രാത്രി തിളപ്പിച്ചു വെച്ച വെള്ളം എല്ലാം ഞാൻ കുപ്പികളിലാക്കി വെച്ചു. എന്നിട്ട് വീണ്ടും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കില്ല. ഓരോരോ കുപ്പികളിലായിട്ട് അവിടെ ഇവിടെ ഒക്കെ വെക്കും. അപ്പൊ നമ്മൾ ആ കുപ്പി കാണുമ്പോഴെങ്കിലും വെള്ളം കുടിക്കാൻ ഓർക്കുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനുപ്പെണ്ണ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടാ. തല നനക്കില് 1.5 ഇട്ടുള്ളൂ കേട്ടാ ജാനുവിന്. അപ്പൊ മുടി ഒതുക്കി കെട്ടാനുള്ള പുഴുവും ചീർപ്പൊക്കെ കൊണ്ടാണ് കേട്ടോ ആള് വന്നേക്കണേ. മുടി ഒതുക്കി കെട്ടുന്ന കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് ഫാനും നോക്കുന്നുണ്ട്. തലയിലിടുന്ന കുഞ്ഞു കുഞ്ഞു കളർ ബാൻഡുകൾ എടുത്തിട്ടേ കയ്യിലിട്ടിട്ട് പുതിയ സ്റ്റൈലാന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു തരാണ് കേട്ടോ അവള്. വലിയൊരു കുളി കഴിഞ്ഞ് നംശി എത്തിയിട്ടുണ്ട്. തലമുറയ്ക്ക് തോർത്താത്ത കാരണം ഞാൻ വീണ്ടും ഓടിപ്പിച്ചു കേട്ടോ അവനെ. അത് എന്നുള്ള പരിപാടിയാണ് കേട്ടാ. എന്ന് കുളിച്ചിട്ട് വരുമ്പോഴും തല ശരിക്കും തോർത്തിണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഓടിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ. ഇൻഡക്ഷൻ അടുപ്പ് നംശിവ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടാ. ഇവിടെ അധികം ഇൻഡക്ഷൻ അടുപ്പ് യൂസ് ചെയ്യാറില്ല. ഇപ്പോഴാണല്ലോ ആവശ്യം വന്നത്. അപ്പോ നൂലപ്പത്തിനുള്ള പാല് നമശിവ റെഡിയാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് തുണികൾ ഉണങ്ങിയത് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെയും പ്രശാന്തന്റെ തുണികൾ ഞാൻ മടക്കിയെടുത്തു. ചേട്ടന്റെ അനീത്തിയുടെയും ജാനും മടക്കിയെടുത്തു. ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ചു കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയ്ക്ക് എത്തിയപ്പോഴത്തേക്കും പാലൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നൂലപ്പവും പാലും കഴിക്കാം. രാവിലത്തെ എന്റെ പ്ലാനിങ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ നൂലപ്പത്തിനുള്ള കറിയൊന്നും വേറെ റെഡിയാക്കി ഉണ്ടായില്ല. പിന്നെ എന്തുണ്ടോ അത് കഴിപ്പിച്ചാണ് ഞാൻ ഇവരെ ശീലിപ്പിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഇനി നൂലപ്പവും പാലും കേട്ടിട്ടേട്ടാ. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ചും കൂടി വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് പറയാനായിട്ട്.